എനിക്ക് പേടിയാകുന്നു. ആരാ? അന്നക്കുട്ടി പേടിക്കണ്ട, ഞാൻ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയോ? വല്യമ്മ കഥ പറഞ്ഞു തന്നിട്ടില്ലേ? ഈശോയ്ക്ക് അന്നക്കുട്ടിയെ വലിയ ഇഷ്ടം. അന്നക്കുട്ടി ഒരു കന്യാസ്ത്രീയായി ഈശോയ്ക്ക് വേണ്ടിയും ഈ ലോകത്തിനു വേണ്ടിയും ഈശോയുടെ മണവാട്ടിയായി ജീവിക്കണമെന്നാണ് ദിവ്യമണവാളനായ ഈശോയുടെ ആഗ്രഹം. അതിന് ഞാൻ എന്തു ചെയ്യണം? ദിവ്യമണവാളനായ യേശുവിനെ അന്നക്കുട്ടി മനസ്സിൽ സ്വീകരിക്കണം. ഈശോയുടെ അഭിലാഷം സ്വീകരിക്കില്ലേ? എനിക്കിഷ്ടമാ. നല്ല കുട്ടി. എന്താ മോളെ, എന്തു പറ്റി പറ. വെല്ലിമച്ചി, ഞാനിന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോഴേ കൊച്ചു ത്രേസ്യ പുണ്യവതി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്തായി കേക്കുന്നത്? സത്യമാ വെല്ലിമച്ചി, കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയാന്നാ പറഞ്ഞേ. മോൾ ഇവിടെ ഇരിക്കെ, വല്യമ്മച്ചി ചോദിക്കട്ടെ. ഒരു കന്യാസ്ത്രീയായി യേശുവിനെ മണവാളനായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എന്റെ ഈശോയെ, എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഞാൻ എന്തു ചെയ്യണം വെല്ലിമച്ചി? എന്റെ കുഞ്ഞ് ഈശോയോട് ഒരുപാട് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഈശോയെ, എന്റെ ഹൃദയം നിന്നെ സ്വീകരിച്ച് പൂജിച്ച് ജീവിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ളതാക്കി തീർക്കണമേ എന്ന് എപ്പോഴും ഉരുവിട്ടി ധ്യാനിക്കണം. സമയമാകുമ്പോൾ തമ്പുരാൻ തന്നെ എല്ലാം ഒരുക്കി തരും. ഇതിൽ കൂടുതലൊന്നും ഈ വല്യമ്മച്ചയ്ക്ക് അറിയാൻ മേല. എന്റെ മോളൊരു പുണ്യവതി ആവണം. നല്ലപോലെ പാട്ട് പാടും. പാട്ട് പാടുകയൊക്കെ ചെയ്യും. എല്ലാം പ്രാർത്ഥനയുടെയും പാട്ട് പാടുകയും സന്തോഷം കൊണ്ട് എപ്പോഴുമായിരുന്നു. ഞാൻ അച്ഛനായിട്ട് പോയപ്പോൾ അന്നക്കുട്ടി വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് ഞങ്ങൾ ആ വാതിൽക്ക് തന്നെ എത്തി നോക്കിയേച്ച് പോകുന്നു. എന്നിട്ട് കയറിയില്ല. അന്നക്കുട്ടിയുടെ പാട്ട് നല്ല ഒന്നാം തരം പാട്ടാണ്. ഒന്നാം തരമായിട്ട് പാടും. നല്ല കിളി പോലെ പാടും. പ്രാർത്ഥനയാ മോളെ, നമുക്ക് പോവാം. വേണ്ട അച്ഛാ, ഇത് അന്നക്കുട്ടിയുടെ പാട്ട് കേൾക്കണം. ആരാ? ഞാനാ. ആഹാ, എവിടെ പോയതായിരുന്നു? ഏറ്റുമാനൂർ വരെ പോയതാ. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ തടസ്സമാവുന്നില്ല. അന്നക്കുട്ടിയുടെ പ്രാർത്ഥന പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞ് ഇവളിവിടെ നിന്നതാ. അന്നക്കുട്ടി നാളെ രാവിലെ മുട്ടിച്ചിറക്കി പോവുകയാ. ഇനി അവിടെയാ പഠനം. വാ മോളെ പോ. രാത്രി വിടയില്ല. ആ കുടമാളൂരിൽ നിന്ന് എന്നാ അന്നക്കുട്ടി മുട്ടിയിറക്കി പോയത്? കുടമാളൂരിൽ നിന്ന് പോയത് 3ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞ 4ലേക്ക് കയറിയപ്പോഴാ. കേറി പോ പിള്ളേരെ. കെട്ടിക്കാൻ പ്രായമായ പെമ്പിള്ളേരെ മുറ്റത്ത് കിടന്ന് ചാടിത്തൊള്ളുന്നു. കേറി പോടിയല്ല. കൊച്ചൂട്ടാ, ഞാൻ വന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. അന്നക്കുട്ടി ഇനി എന്റെ കൂടെ നിന്ന് പഠിക്കട്ടെ. ആപ്പച്ചനാണെങ്കിൽ കുരുത്തക്കേടേ കാട്ടൂ. രണ്ടുപേരും ഒരു ക്ലാസ്സിൽ പഠിച്ചാൽ അവനും ഒരു മര്യാദ ആയിക്കോളും. എന്താ മോളെ, നിനക്ക് പെരമച്ചിയുടെ കൂടെ പോരാൻ മടിയാണോ? എന്താ കൊച്ചുകൂട്ട ഒന്നും മിണ്ടാത്തത്? ഇനി ആരുടെ അഭിപ്രായം എനിക്കറിയണ്ട. ചില തീരുമാനമെടുക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഇവളുടെ അമ്മയോട് എനിക്ക് ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. അതെനിക്ക് പാലിച്ചേ പറ്റൂ. അന്നക്കുട്ടിയെ കൊണ്ടുപോകാൻ തന്നെ ഞാൻ വന്നത്.
തള്ളയില്ലാത്ത കുഞ്ഞല്ലേ, ഞാനാ ഇനി അവളുടെ അമ്മ. ഇനി ഈ കുട്ടിക്കുപ്പായ ഒന്നും ഇട്ട് നടക്കണ്ട. ഇത് നസ്രാണി തറവാട്ടിലെ പെങ്കൊച്ചുങ്ങൾക്ക് ചേർന്നതല്ല. പള്ളിയിലും പള്ളിക്കൂടത്തിലും ഒക്കെ അന്നക്കുട്ടി ചട്ടയും കൊണ്ട് തന്നെ ഇടുന്നത്. ആണോ? കൊച്ചങ്ങ് വലുതായി. എന്റെ കുഞ്ഞിന്റെ അളവിനൊത്താ കൂടിയ മല്ലിന്റെ ചട്ടയും മുണ്ടും ചെങ്ങനാശ്ശേരി എന്ന് വരുന്ന പെട്ടിക്കാരനോട് പേരം വെച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല കസവ് കവണിയാ. മോള് പോയി ഒരുങ്ങ്. വല്യമ്മേ, ആ കൊച്ചുകൂട്ടന്റെ സങ്കടം കാണുമ്പോഴാ എനിക്ക് സങ്കടം. പാവം, വല്യമ്മ വേണം കൊച്ചുകൂട്ടന് ധൈര്യം പറഞ്ഞു കൊടുക്കാൻ. 2 പെമ്പിള്ളേര് പെരു നിറയാറായി നിൽക്കുന്നു. അവരെ കെട്ടിച്ചയക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. അന്നക്കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. അവളെ നല്ല രീതിയിൽ ഞാൻ കല്യാണം കഴിപ്പിച്ചയച്ചോളാം. അത്രയും ആശ്വാസമായില്ലേ കൊച്ചുകൂട്ടന്? ആ ശരിയാ. സാവകാശം കാര്യം പറഞ്ഞു മനസ്സിലാക്ക്. അന്നമ്മേ, കേൾക്കുമ്പോ തമാശയായി തോന്നാം. അവൾ ഒരു കന്യകയായി ജീവിക്കണമെന്നാ തമ്പുരാന്റെ ഇഷ്ടം. വല്യമ്മ എന്തോന്നായി പറയുന്നേ? കന്യകയായി ജീവിക്കണമെന്ന് വെച്ചാ? കന്യാസ്ത്രീയായി ജീവിക്കണമെന്ന്. അത് കൊള്ളാം. ദൈവം ഇത് ആരോട് പറഞ്ഞു? പറഞ്ഞ ആരും വിശ്വസിക്കുകയില്ല. ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞാ അന്നക്കുട്ടി. വെറുതെ കളിതമാശ പറഞ്ഞ് എന്നെ വിട്ടിയാക്കരുത്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക. ഒരു ദിവസം കൊച്ചു ത്രേസ്യ പുണ്യവതി അവക്ക് പ്രത്യക്ഷപ്പെട്ടു. ഏത് കൊച്ചു ത്രേസ്യ? കൊച്ചു ത്രേസ്യ പുണ്യാളത്തി. അശോ, അവര് ഫ്രാൻസിലെ കണ്ടുള്ളതല്ലേ? അവരെങ്ങനെ ഈ കുടമാളൂര് വരുന്നേ? അധികം പരിഹാസം വേണ്ട. എന്റെ വിവരം അത്രേ ഉള്ളൂന്ന് കരുതിക്കോ. എന്നിട്ട് എന്നെ പറഞ്ഞു കൊച്ചു ത്രേസ്യ ഒരു കന്യാസ്ത്രീ ആവണമെന്ന്. ഷോ, ഈ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ ഒരു കാര്യം. മൊട്ടേന്ന് വരിയാത്ത പിള്ളേരെ പിടിച്ച് കന്യാസ്ത്രീയാക്കണമെന്ന്. ഈ കുഗ്രാമം തപ്പിപ്പിടിച്ച് പൊട്ടി പെണ്ണിനോട് ഈ വിവരം പറയാൻ പുണ്യാളത്തി ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ദേഷ്യപ്പെടരുത്. വല്യമ്മയും ഞാനും ഒക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. ഈ പ്രായത്തിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും തോന്നും. എനിക്ക് ഈ പ്രായത്തിൽ എത്ര പേരാ ഉറക്കത്തിലും മയക്കത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രാർത്ഥനയുടെ കുറവാ, അല്ലാതൊന്നുമല്ല. അവളെ ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോളാം. വല്യമ്മ സമാധാനപ്പെട്. ആ അന്നമ്മേ, ഇനിയിപ്പൊ പോയാ മുട്ടിയറ ചെല്ലുമ്പോ രാത്രിയാവും. വള്ളവും കിട്ടൂല. വർത്താനം പറഞ്ഞ് ഞാൻ അങ്ങിരുന്നു പോയി. ആ, ഇനി നാളെ പോവാ. പിള്ളേരുടെ അപ്പൻ അവിടെ കാത്തിരിക്കും. ദേ മഴയും തൂളി. ആ, ഇനി ഏതായാലും നാളെ പോകാം. അവൾ മുട്ടിയിറക്കി പോയപ്പോൾ ഞാനും അവളും ഒരുപോലെ കരഞ്ഞേച്ചാ പോയത്. അവൾ വലിയവായിലെ നിലവിളിച്ചുകൊണ്ട് അവൾ അത് കെട്ടും. ഞാനിവിടെ 2-3 ദിവസത്തേക്ക് ഞാൻ നിലവിളിയായിരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇച്ചാച്ചാ, ഈശോ. ഈശോ മോനെ. അന്നക്കുട്ടി പോവല്ലേ? ആഹാ, ഇത് നല്ല കൂത്ത്. ഇത്രയ്ക്ക് ഇഷ്ടായിരുന്നോ നിങ്ങള് തമ്മില്? അന്നക്കുട്ടി പഠിക്കാൻ പോവല്ലേ? ഇടയ്ക്കിടെ അപ്പന്റെ കൂടെ അന്നക്കുട്ടി ഇവിടെ വരും. അന്നേരം കാണാലോ 2 പേർക്കും. കൂട്ടുകാരി വഴി വരെ കൊണ്ടാക്കും. പിന്നീട് ഉപ്പുമൈഞ്ഞം പോയി അവളെ കൊണ്ടുവരികയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പലപ്പോഴും കൊണ്ടുവന്നു. പിന്നെ ഞാൻ എന്ത് നിരീക്ഷിച്ചാലും സാധിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അന്നക്കുട്ടി ഇന്നാന്ന് പറഞ്ഞാൽ അത് സാധിക്കും. അന്നക്കുട്ടിയുടെ പ്രിയപ്പെട്ട തോഴി ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് ഇന്നും ചോദിക്കുന്നതെല്ലാം അൽഫോൻസാമ്മ സാധിച്ചു കൊടുക്കുന്നു എന്ന സാക്ഷ്യം യേശുവിന് എത്രമാത്രം പ്രിയപ്പെട്ട മകളായിരുന്നു അൽഫോൻസാമ്മ എന്നുള്ളതിന്റെ തെളിവാണ്. ഇന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട്